ചില സംഖ്യകൾക്കും സംഖ്യകൾ എന്ന് തുറന്നു സമ്മതിക്കാൻ നാണമുള്ള ചില എക്സ് മുസ്ലിങ്ങൾക്കും എസൻസുകാർക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്താ സംഭവം പറ കേക്കട്ടെ. പലസ്തീനോടും ഇറാനോടുമുള്ള മലയാളി മനസ്സിന്റെ അടുപ്പം അത് മതപരമല്ല, അത് സാമ്രാജ്യത്വ വിരുദ്ധ ബോധമാണ്. അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല. ഈ ഇട്ടിക്കണ്ടപ്പൻ ചിലത് അറിയണം. അതിനോ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ കോൺഗ്രസും അതിന്റെ ആഗോള മാനങ്ങൾ കണ്ട് ഫാസിസ്റ്റ് സാമ്രാജ്യത്വ പ്രവണതകൾക്കെതിരെ പൊരുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമാണ് നമ്മുടെ നാടിനൊരു സാമ്രാജ്യത്വ വിരുദ്ധ മനസ്സ് നൽകിയത്. അത് തിരിച്ചറിയണമെങ്കിൽ എന്റെ ഈ പേ പിടിച്ച തെരുവുനായന്റെ ജന്മം കളഞ്ഞ് ഈ ഒരു യഥാർത്ഥ ഇന്ത്യൻ ആയിട്ട് ജനിക്കണം, ഒരു ഉസുറുള്ള ആൺകുട്ടിയായിട്ട് ജനിക്കണം. അത് മനസ്സിലാവണമെങ്കിൽ മനുഷ്യനാകണം, സംഖ്യയായ പറ്റില്ല. ആരിഫ് ഹുസൈൻ ആയാലും പറ്റില്ല. സ്ത്രീകളുടെ ലിബറേഷൻ എന്ന ഒറ്റ വിഷയത്തെ മാത്രം മുൻനിർത്തി ലോകത്ത് നടക്കുന്ന എല്ലാത്തിനെയും അതിന്റെ ആലയിൽ കെട്ടി അനലൈസ് ചെയ്താലും ശരിയാവില്ല. അതും ശരിയാണ്. ഇനി കുറച്ച് തേറി പറയാൻ പോവാണ്. മനുഷ്യന്മാര് കുറച്ച് സ്കിപ്പ് ചെയ്തോട്ടോ. ഡോഗിന്റെ മോനെ ആരിഫ് ഹുസൈനെ, അതേതായാലും നന്നായി. നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ചിട്ടുണ്ടാകാം. അവിടെ നിന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായി പല ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. എന്ന് വെച്ച് ഈ ലോകത്തെ മുഴുവൻ ആളുകളുടെയും മേലേക്ക് ആ വെറുപ്പിന്റെ രാഷ്ട്രീയം വിസർജിക്കുന്നത് എന്ത് നീതിയാണ്? നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം, അത് മറ്റുള്ളവരുടെ മേലോട്ട് എടുക്കരുത്. കുറെ നേരിട്ടുണ്ട് ഡൗട്ടാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ തല്ലണത്? കഴിഞ്ഞ എത്രയോ കാലമായി ഈ ഡോഗിന്റെ മോൻ എന്റെ പിന്നാലെ നടന്ന് എന്നെ പച്ച തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കാണുന്നുണ്ടാവും. വഴിയിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടികളെ അവഗണിച്ചു തന്നെയാണ് ശീലം. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണം ആഗ്രഹിക്കും. ഇമാതിരി ടീമിനെ എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടി ഇടിക്കും. പക്ഷെ പേപ്പട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വിടാതെ പിന്തുടർന്നാൽ എന്ത് ചെയ്യും? സെക്ഷലി കളേർഡ് റിമാർക്സ് സ്ത്രീകൾക്കെതിരെ നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഈ ഡോഗ് എന്നെ ദേവദാസി എന്നാണ് വിളിക്കുന്നത്, ദേവദാസി. കൂടെ അവന്റെ കൂടെ കുരയ്ക്കുന്ന ബാക്കി നായ്ക്കളും അത് ആവർത്തിച്ച് എന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കുകയാണ്. നാട്ടുകാരുടെ കപന്തിനെ നടക്കുന്ന ഹിമാറാവേ. ഞാൻ ഈ നായിന്റെ മോന്റെ വഴിയിലൊന്നും പോകാറേയില്ല. എന്നാൽ ഈ ഡോഗിന്റെ മോൻ എന്റെ പിന്നാലെ നടന്ന് അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 പൈസയുടെ യുക്തിയില്ലാത്ത ഈ നാറുകൾക്ക് മനസ്സിലാവാത്ത ഒന്നാണ് സാമ്രാജ്യത്വ വിരുദ്ധത. എന്റെ ഡോഗിന്റെ മോനെ, ഇത് മതപരമല്ല. മതം നിന്റെ തലയ്ക്കുള്ളിലാണ് പുഴുക്കുന്നത്. ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ്. കൈ കിട്ടിയ ഉരുട്ടല്ല പരത്ത. അയത്തുള്ള നമ്പൂതിരിയാണെങ്കിലും അയത്തുള്ളയുടെ സ്ഥാനത്ത് നരേന്ദ്രമോദി ആണെങ്കിലും എന്റെ നിലപാട് ഇത് തന്നെയാണ്. തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇവന്മാരെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ ലൈഫ് ബോയ് സോപ്പിന്റെ പരസ്യത്തില് സോപ്പ് ഒഴിച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഈ ഇരിക്കുന്ന 2 ഡിങ്കും മിങ്കും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.